കോൺഫിഡൻസ് ഇല്ല, സെൽഫ് ലവ് പോയിട്ട് ഞാൻ സെൽഫ് ഹേർട്ട് ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ എന്നെ കുറ്റപ്പെടുത്തും. ഒരു സിനിമ എൻ്റെ ഒരു സീൻ കണ്ടാൽ ഞാൻ എല്ലാവരും നന്നായി, ഞാൻ മാത്രം മോശം എന്ന് വിചാരിക്കുന്ന, എൻ്റെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരാളായിരുന്നു. അതിലൊരു കംഫേർട്ട്, ഒരു സമാധാനം, എന്തോ ഒരു എനിക്ക് എന്നോടൊരു ഇഷ്ടം വരുന്നൊരു സാധനമാണ്. എനിക്കാണ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നാട്ടിൽ ആദ്യം ചെയ്തിട്ടുള്ളൊരു കുട്ടി ഞാനായിരിക്കും. ഇപ്പം ആദ്യം വണ്ടി ഓടിക്കുക എന്ന പെൺകുട്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കുറേ ആദ്യം നാട്ടിൽ ചെയ്ത ഒരാൾ ഞാനാണ്. അപ്പം ഒരുപാട് അത് ബ്രേക്ക് ചെയ്യേണ്ടിയും ഒരുപാട് സഫർ ചെയ്യേണ്ടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു കുട്ടികളോടും വയസ്സായ ചെക്കനെ കിട്ടൂല എന്ന് പറയരുത്. വയസ്സായാൽ നമ്മൾക്ക് ബുദ്ധിയും ബോധവും വരും. അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി വരും. അപ്പൊ നമുക്ക് ആരെയും പിടിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. ചില മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കില്ല, എന്തൊരു വൃത്തിട്ട സ്വഭാവമാണ്, നമുക്കത് ഒരിക്കലും ഉണ്ടാവല്ലേ ഭഗവാനെ. പിന്നെ കുറേയും കൂടെ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതോറും നമുക്ക് മനസ്സിലാവും, നമ്മളൊരു കുഞ്ഞു കഷ്ണം പോലും ഇല്ല ഈ ലോകത്ത്. അത്രയും വലിയൊരു ലോകവും അത്രയും വലിയ പ്രശ്നങ്ങളും അത്രയും ആളുകളുടെ ലൈഫ് അത്ര വലുതായി നിൽക്കുമ്പോൾ നമ്മളെന്തിനാണ് ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് ഇങ്ങനെ സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കിപ്പം ആക്ട്രസ് അനുമോളാണ്. നമസ്കാരം. നമസ്കാരം. അലസമായി സാരി എടുത്ത് വെറുതെ ഇരിക്കുമ്പോൾ തനിക്ക് അവളോട് തന്നെ ഒരു ഭ്രമം തോന്നുന്നു. ഒരാൾ സാരി ഉടുത്തതിനെ കുറിച്ച് മനോഹരമായിട്ട് എഴുതിയൊരു കുറിപ്പിൻ്റെ ചെറിയ ഭാഗമാണ്. അപ്പോൾ അനുവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സാരി ഉടുത്ത ഒരു രൂപം തന്നെയാണ്. എത്രത്തോളം സെൽഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു ഭ്രമം സാരിയിൽ അനുവിന് തോന്നുന്നുണ്ട്? എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വസ്ത്രമാണ് സാരി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ സാരി ഉടുക്കണ ഇഷ്ടമല്ല. അപ്പം വളരെ ചെറുപ്പം മുതൽ, ഒരു 7ാം ക്ലാസ് മുതൽ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു പതിവുണ്ട്. ആ കാലത്ത് ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ ഒളിച്ചുപോയി അമ്മയുടെ സാരി എടുത്ത് 7ലും 8ലൊക്കെ പഠിക്കുമ്പോൾ സാരി ഉടുത്ത് ഞാനും അനിയത്തിയും ഫോട്ടോ ഒക്കെ എടുക്കും. ഇപ്പം ആ ഫോട്ടോ നോക്കുമ്പം സൈഡ് മാറിയൊക്കെയാണ് എടുത്തിക്കണേ. ഈ സൈഡിലാണല്ലോ, അന്ന് ഈ സൈഡിലൊക്കെയാണ് പല്ലു പോയിട്ടുണ്ടായിരുന്നു. അപ്പം സാരിയോട് എല്ലാ കാലത്തും എനിക്കൊരു ഇഷ്ടമുണ്ട് ചെറുപ്പം മുതൽ. പിന്നീട് ഞാനൊരു +2 ഒക്കെ എത്തിയപ്പം എൻ്റെ ഡാൻസ് ടീച്ചർ സാരി ഉടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ ശോഭനേനെയൊക്കെ ഫ്രെയിമിൽ കാണുമ്പോൾ സാരി ഉടുക്കുന്ന ഒരു രീതി, അങ്ങനെ സാരിയോടൊരു ഇഷ്ടം വന്നു. സെൽഫ് ലവ് ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ. ഇപ്പോഴും ഇല്ല, പക്ഷേ സെൽഫ് ലവ് വേണമെന്ന് ഒരു ധാരണയുമുണ്ട്. കോൺഫിഡൻസ് ഇല്ല, സെൽഫ് ലവ് പോയിട്ട് ഞാൻ സെൽഫ് ഹേർട്ട് ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ എന്നെ കുറ്റപ്പെടുത്തും. ഒരു സീൻ കണ്ടാൽ ഞാൻ എല്ലാവരും നന്നായി, ഞാൻ മാത്രം മോശം എന്ന് വിചാരിക്കുന്ന, എൻ്റെ കുറ്റങ്ങൾ മാത്രം കാണുന്ന ഒരാളായിരുന്നു. അപ്പം അല്ലെങ്കിൽ ഇപ്പം ദാ എൻ്റെ വിരലൊക്കെ കണ്ടറിയാം, ഇങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പിച്ചി പൊളിക്കും. അപ്പം അങ്ങനെ അതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം പൊട്ട സ്വഭാവമാണ്. അപ്പം സെൽഫ് ലവ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബാലൻസിങ് പഠിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാം അങ്ങനെ മേക്കപ്പ് ചെയ്യുക, ഒരുങ്ങുക, ഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതെ, ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഞാൻ സെൽഫ് ലവിനെ കാണുന്നത്. അപ്പം എനിക്ക് സാരിയൊക്കെ ഉടുക്കുമ്പം എനിക്കൊരു സന്തോഷവും ഒരു കംഫർട്ടബിൾ ആവുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. അതല്ലെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ അയ്യോ വയറ് ചാടിയോ, അല്ലെങ്കിൽ അയ്യോ ഡ്രസ്സ് ഓക്കെ ആണോ, കഴുത്ത് ഓക്കെ ആണോ, നമ്മൾ അങ്ങനെയാണല്ലോ കോൺഷ്യസ് ആവും. നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തിട്ടുള്ളത് വസ്ത്രം ഇടുമ്പോൾ. സാരി ആകുമ്പോൾ എനിക്കതൊരു പ്രശ്നമില്ല. ഫുള്ളി കവേർഡ്, അല്ലെങ്കിൽ എന്തോ ഒരു സുഖവും സന്തോഷവും എനിക്ക് സാരി തരാറുണ്ട്. പ്ലസ് അത് എനിക്കിങ്ങനെ പിന്നൊന്നും ഇടാൻ പറ്റില്ല. പിന്നൊക്കെ ഇട്ടാൽ ഞാൻ കോൺഷ്യസാ, വലിച്ചു വാരി ഇങ്ങനെ ഒഴുകി കിടക്കട്ടെ, അല്ലെങ്കിൽ വലിച്ചു, അങ്ങനെയാണ്. അപ്പം അതിലൊരു കംഫേർട്ട്, ഒരു സമാധാനം, എന്തോ ഒരു എനിക്ക് എന്നോടൊരു ഇഷ്ടം വരുന്നൊരു സാധനമാണ്. മൂഡ് അനുസരിച്ച് സാരീന്റെ കളറും അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുന്ന ആളാണോ? മൂഡ് അനുസരിച്ചാണ് ജനറലി എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ സെൽഫ് ലവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരു ആളാണ് അനു കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇന്ന റോള് ചെയ്യുന്നതിന് ഒക്കെ ആയിട്ടുള്ള ഒറ്റയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു സെൽഫ് ലവ്, പീസ്, ഇപ്പൊ പറഞ്ഞതുപോലെ മനസ്സിന്റെ സ്പേസ്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അൺലേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഈവൻ ഞാൻ തന്നെ ഇടയ്ക്ക് അമ്മേൻ്റെ അടുത്ത് പറയും, നമ്മളെ ചെറുപ്പത്തിലൊക്കെ അതൊരു യൂണിവേഴ്സൽ സാധനമാണ്. നമുക്ക് സ്ലീവ്ലെസ് ഇടണം. ഇപ്പോൾ കല്യാണം കഴിച്ച് ഭർത്താവൊക്കെ സമ്മതിച്ചാൽ ഇട്ടോ. പഠിക്കണം, നമ്മൾ കേട്ടിട്ടുണ്ട്. അതന്നെ, പഠിക്കണം. കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന് ഓക്കെ ആണെങ്കിൽ പഠിച്ചോ. കറങ്ങാൻ പോകണം.
ഇങ്ങനെ ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് വേണ്ടി വന്നു. അല്ലെങ്കിൽ എൻ്റെയൊക്കെ നാട്ടിൽ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിക്കുകയും അല്ലെങ്കിൽ നാട് വിട്ട് പഠിപ്പിക്കുകയും ഒന്നും അന്നൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ, പ്രത്യേകിച്ച് പട്ടാമ്പി നടുവട്ടം പോലത്തെ ഒരു നാട്ടും പുറത്ത് വളരെ നല്ല മനുഷ്യരാണ്. പക്ഷേ നമ്മുടെ ലോകം വളരെ ചെറുതാണ് നമ്മൾ ആ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, എനിക്കാണ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നാട്ടിൽ ആദ്യം ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഞാനായിരിക്കും. ഇപ്പം ആദ്യം വണ്ടി ഓടിക്കുക എന്ന പെൺകുട്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കുറേ ആദ്യം നാട്ടിൽ ചെയ്ത ഒരാൾ ഞാനാണ്. അപ്പം ഒരുപാട് അത് ബ്രേക്ക് ചെയ്യേണ്ടിയും ഒരുപാട് സഫർ ചെയ്യേണ്ടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മ മാത്രമായിരിക്കുമ്പോൾ അതിന് കുറ്റപ്പെടുത്തലുകളും കൂടും എന്നുള്ളത് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പ്ലസ് പല പല കണ്ടീഷനിങ്ങും, പെൺകുട്ടികളായാലും അങ്ങനെ വേണം, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം, അച്ഛനില്ലാത്ത കുട്ടികളായാലും ഇങ്ങനെ വേണം. എനിക്കൊക്കെ വളരുന്ന കാലത്ത് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. അച്ഛനില്ലാത്തതൊരു വലിയ കുറവാണ്, നമ്മളെന്നും ഒതുങ്ങി ജീവിക്കണം, നമ്മളെന്നും ആർക്കും ഉപദ്രവമാവരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ആ ഒരു ഇപ്പം ഞാൻ അമ്മയുടെ അടുത്തൊക്കെ അതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അടി കൂടിയിടും. അപ്പോൾ അമ്മയ്ക്കൊന്നും അറിയാനിട്ട് നമുക്ക് വേറെ ആരും ഇല്ലല്ലോ, ദൈവം ഇങ്ങനെ പുറത്തേക്ക് പറഞ്ഞു തീർക്കണേ. അമ്മോട് പറയും, ഇനി ഒരു കുട്ടികളോടും വയസ്സായ ചെക്കനെ കിട്ടൂല എന്ന് പറയരുത്. വയസ്സായാൽ നമ്മൾക്ക് ബുദ്ധിയും ബോധവും വരും, അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി വരും, അപ്പൊ നമുക്ക് ആരെയും പിടിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളോട് എന്താ പറയാ, വയസ്സായ കല്യാണം ചെക്കനെ കിട്ടൂല കേട്ടോ, അങ്ങനെയല്ലേ പറയാ? അതല്ല കാര്യം. വയസ്സായാൽ നമ്മൾ മെച്ചുവേർഡ് ആവും, അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ഫിൽട്ടർ വരും ഒരാളെ ചൂസ് ചെയ്യുന്നതിൽ. അപ്പൊ അതെല്ലാം ടിക്ക് ചെയ്ത് പോകുന്ന ആളുകളുടെ എണ്ണം കുറയും, ലിമിറ്റഡ് ആവും എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ അങ്ങനെയൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മയൊക്കെ മാറി ഇപ്പൊ. അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി ഭർത്താവിന്റെ വീട്ടിൽ സഫർ ചെയ്യാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ പെൺകുട്ടികൾ സഹിച്ചു അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. എൻ്റെ അമ്മയൊക്കെ തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ അമ്മ കട്ടു 2000 അല്ലെങ്കിൽ ഒരു 24, 23 അല്ലെങ്കിൽ നമ്മളുടെ ഈ കോവിഡിനൊക്കെ ശേഷം എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെൺകുട്ടികൾ അങ്ങനെ സഹിച്ചും കഷ്ടപ്പെട്ടൊന്നും നിൽക്കേണ്ട ഒരു കാര്യമില്ല, നിനക്ക് ജോലിയില്ലേ, കുട്ടികളെ നോക്കാറിയില്ല, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, അവിടെ നിൽക്കണ്ട, അങ്ങോട്ട് പോന്നോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയി. അങ്ങനെ അമ്മയുടെ ആ ചേഞ്ച് ഞങ്ങൾ അപ്പം അത് മാറ്റാൻ ഞാനും അനിയത്തിയും ചില്ലറ അംഗമൊന്നും അല്ല വീട്ടിൽ നടത്തി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഇന്ന് അനുമോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് യാത്രയും കാര്യമൊക്കെ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിരിക്കും. ഇപ്പം കഥാപാത്രങ്ങളിലേക്ക് എത്തുവാണെങ്കിൽ ഒരുപാട് ബോൾഡ് കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പലതും ഞങ്ങൾക്ക് റിയൽ ആയിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള അനുമോളെ തന്നെ കാണാനും പറ്റിയിട്ടുണ്ട്. ആ നാട്ടുപുറത്തുകാരി കുട്ടീനെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ അനുവിനെ? ഇല്ല, ഓരോന്നും ഓരോ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നും അറിയില്ല, നമുക്ക് പറഞ്ഞു തരുന്നത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ എന്നാലും ചായല്യമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ എനിക്കുണ്ടായിരുന്നു. പത്മിനിക്ക് വേണ്ടി ചിത്രം വരയ്ക്കാൻ പഠിച്ചു. പത്മിനി സിനിമ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അതിൽ അമ്മാവൻ്റെ ക്യാരക്ടർ, റിയൽ അമ്മാവൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന എനിക്കൊരു പെയിൻ പറയുമ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് ഇൻട്രാക്ഷൻസ് ഒന്നും ഉള്ളതല്ല, ആ ഒരു കണക്ഷൻ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ അകത്ത് എത്ര ആ ക്യാരക്ടറിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത്. അയലി എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്വഭാവത്തിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ഒരു സാധനമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം വേറൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് എനിക്ക് ഒന്നും കൂടെ ലോകത്തിനെ കാണാൻ പറ്റി. ഇപ്പം ഞാൻ രതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഹാർട്ട് ബീറ്റിൽ, ഡോക്ടർ രതി. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പല പല ക്യാരക്ടേഴ്സ് നമുക്ക് കണക്റ്റ് ആവുന്നതാണല്ലോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം അതിലും എൻ്റെ അംശങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പല ക്യാരക്ടേഴ്സിലും. പല ക്യാരക്ടേഴ്സിൽ നിന്നും ഈ ഡോക്ടർ രതിയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കങ്ങനെ ഒരു ബോസി ആയിട്ടോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു സ്ട്രോങ് ഒരു പ്രോബ്ലം സോൾവർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരുപാട് ലേയേഴ്സും ഒരുപാട് ഇഷ്യൂസും എനിക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അഭിനയിക്കാൻ വെച്ചാൽ അത് അഭിനയിക്കുന്ന ഞാനാണ്. എന്തുകൊണ്ട് എനിക്കത് ലൈഫിൽ പറ്റുന്നില്ല എന്ന് രതിയുടെ മുന്നിൽ ഒരു പ്രശ്നം എത്തുമ്പോൾ നമുക്കറിയാം അത് രതി സോൾവ് ചെയ്യും എന്നുള്ളത്. അതെ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അനുമോൾക്ക് പറ്റുന്നില്ല, ഞാനല്ലേ അത് അഭിനയിക്കുന്നേ, അപ്പൊ എനിക്കത് പറ്റേണ്ടതല്ലേ, ഞാനത് അവിടെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് ജീവിതത്തിലും പറ്റുമല്ലോ എന്നൊക്കെയുള്ള തോട്ട്സും, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ ആ ഒരു രീതിയിലൊക്കെ രതിയെ പോലെ ഞാനും ലൈഫിനെ കാണാനൊക്കെ തുടങ്ങി. അങ്ങനെ
എല്ലാം ഇങ്ങനെ സോൾവ് ചെയ്യുന്നതും അങ്ങനെ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഞാൻ കണ്ടു വളർന്നിട്ടുള്ള എൻ്റെ ചുറ്റിലുള്ള മനുഷ്യരും, എൻ്റെ നാട്ടിലെ ആളുകൾ, എൻ്റെ സ്കൂളിലെ ആളുകൾ, എനിക്ക് തോന്നുന്നു പല മനുഷ്യരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചില മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കില്ല എന്തൊരു വൃത്തിട്ട സ്വഭാവമാണ്, നമുക്കത് ഒരിക്കലും ഉണ്ടാവല്ലേ ഭഗവാനെ, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവരുത്. അപ്പൊ അങ്ങനെ നല്ല അതെ, ഈ സ്വഭാവം ഞാൻ ഒരിക്കലും എനിക്ക് വരുത്തൂല, ഇത് ഞാൻ ഐ വിൽ മേക്ക് ഷുവർ ഞാൻ ഇങ്ങനെ അല്ല എന്നുള്ളത് എന്നൊക്കെയുള്ളത് അതും ഉണ്ടായിട്ടുണ്ട്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇടയ്ക്കൊക്കെ തോന്നാറുണ്ടായിരുന്നു പണ്ടൊരു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. ഒന്നെന്താ വെച്ചാല് ആക്ടറല്ല, ഞാനല്ല എനിക്ക് റോൾ ഉണ്ടാക്കുന്നത്. എനിക്ക് റൈറ്റേഴ്സും ഡയറക്ടേഴ്സുമാണ് റോൾ എഴുതി ചെയ്യുന്നതും അങ്ങനെ എന്നെ വിളിക്കുന്നതും അങ്ങനെ ഞാൻ അഭിനയിക്കുന്നതാണ്. അപ്പം അവരുടെ ഭാഗത്തു നിന്നാണ്, എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കിട്ടുന്ന റോളുകൾ എത്രത്തോളം മികച്ച എനിക്കിഷ്ടം. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ അങ്ങനെ ഒരു ആളുകളെയും കുറ്റം പറയില്ല. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് അറിയാണ്ട് അങ്ങനെ ആയി പോകുന്നതാ. ഇനീഷ്യലി എനിക്ക് ആദ്യത്തെ ഒരു 10 കൊല്ലം അതല്ലാത്ത ഒരുപാട് സിനിമകൾ വരുമായിരുന്നു. ആ വെടിവഴിപാടും ഞാനും റോക്ക് സ്റ്റാറും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വർഷത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കഥകൾ കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ ചൂസ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ കളിയാക്കിയൊക്കെ നമ്മൾ പണ്ട് പറയുമായിരുന്നു, സിനിമയിൽ തന്നെ ആൾക്കാർ എന്നെ കളിയാക്കി പറയും, കോട്ടൺ സാരി അല്ലെങ്കിൽ മുണ്ടും ബ്ലൗസും കുറച്ച് കട്ടൻ ചായയും മുക്കി അത് ഇത്തിരി പഴകിയത് ആക്കിക്കോ, അനുമോൾക്ക് അത് മതി, അനുമോൾ അങ്ങനത്തെ റോൾ ഉണ്ടെങ്കിൽ അപ്പം അനുമോൾ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിപ്പിക്കും. അങ്ങനെ കളിയാക്കി പറയുമായിരുന്നു പണ്ട്. പിന്നെ അത് റോക്ക് സ്റ്റാറിൽ VKP ആണ് അത് ബ്രേക്ക് ചെയ്തത്. ഒരു വേറൊരു റോളൊക്കെ തന്നിട്ട് അങ്ങനത്തെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ എൻ്റെ ഉള്ളിൽ ഇതും ഉണ്ടല്ലേ എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നമല്ല. അത് ഇതിൽ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രശ്നം നമ്മളത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വെടിവഴിപാട് കഴിഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളം എനിക്കൊരു ബ്രേക്ക് വന്നു. ബിക്കോസ് എല്ലാം അങ്ങനത്തെ പടങ്ങളാണ് വന്നത്. അയലി കഴിഞ്ഞിട്ടൊരു 1.5 വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അമ്മ വേഷങ്ങൾ വന്നു. അമ്മ ചെയ്യുന്നതിനല്ല, അതുപോലത്തെ കണ്ടന്റ് ഉള്ള സബ്സ്റ്റൻസ് ഉള്ള ഒരു പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ റിലവൻസ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ ഫ്ലാഷ് ബാക്കിൽ അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അമ്മയല്ല, എനിക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ലോയർ ആവണം, ഹൗസ് ഹെൽപ്പ് ആവണം, പോലീസ്, എല്ലാ റോളും എനിക്ക് ചെയ്യണം. അങ്ങനെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അത് കാരണം ഞാനൊന്ന് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും ബ്രേക്ക് എടുത്തിരുന്നു. അങ്ങനെ ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച കഥാപാത്രങ്ങളാണ് തുടക്കത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ചായലി ആയിക്കോട്ടെ, ഇവൻ മേഘരൂപനായിക്കോട്ടെ ഒക്കെ. പക്ഷെ അതൊന്നും ഒരു തിയേറ്ററിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പൊ ആ തിയേറ്റർ റെസ്പോൺസ് അനു മിസ് ചെയ്തിരുന്നോ? വെടിവഴിപാടില്ല നല്ല അതുണ്ടായിരുന്നു. അത് ആദ്യത്തെ സിനിമ. എനിക്ക് തിയേറ്റർ റെസ്പോൺസ് കിട്ടിയ പടം. അതെ, അത് ഇപ്പോഴും നമ്മൾ ആഘോഷിക്കും. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുകയും ചെയ്തു. ഫുൾ കമന്റടിയും ഫുൾ കൂവിവിളിയും ഫുൾ അട്ടഹാസങ്ങൾക്ക് നടുക്കിരുന്നു. അതിനൊരു ഗഡ്സ് വേണ്ടേ? വെടിവഴിപാടിൽ ആദ്യത്തെ സിനിമ തന്നെ അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയ്യണമെങ്കിൽ. വെടിവഴിപാട് ആക്ച്വലി എൻ്റെ 12ാമത്തെ സിനിമയാണ്. പക്ഷെ അത് കൊമേഴ്ഷ്യലി ആദ്യം നല്ല റീച്ച് വന്ന സിനിമ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വിചാരിക്കണം അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ എന്നാണ്. മലയാളത്തിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന സിനിമയാണ്. അകം, ചായില്യം, ഇത് 3ഉം ഏകദേശം ഒരേ. എന്താ വെച്ചാൽ ഇവൻ മേഘരൂപൻ 4 സ്കെഡ്യൂളായിട്ടാണ് തീർന്നത്. അതിന്റെ ഓരോ ബ്രേക്കിലും ഞാൻ അകം ചെയ്യുന്നു, ചായില്യം ചെയ്യുന്നു എന്നുള്ള പോലെയാണ്. ആ 3 സിനിമകളെ പറ്റിയും കേട്ടിട്ടും അവിടുത്തെ ടെക്നീഷ്യൻസ് പറഞ്ഞിട്ടൊക്കെയാണ് എന്നെ ഗോഡ് ഫോർ സെയിലും ഡേവിഡ് ആൻഡ് ഗോലിയാത്തിലൊക്കെ വിളിക്കുന്നത്. പറയാൻ ബാക്കി വെച്ചത് അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടാണ് ഞാൻ വെടിവഴിപാടിലെത്തുന്നത്. അതെ, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് അനു. ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മൾ പോയ ആളല്ല തിരിച്ചു വരുന്നതല്ല പറയാ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുവിൻ്റെ യാത്രകൾ എത്രത്തോളം പേഴ്സണലി അത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ യാത്രകൾ? ഒരുപാട്. ഡെഫിനറ്റ്ലി എനിക്ക് അനുമോളിനെ മാത്രമല്ല, അതെ, അനുയാത്രകൾ അനുമോളിനെ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും യാത്ര ഒരു വ്യത്യാസം വരുത്തും. പക്ഷേ നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കണം. ഇപ്പൊ എൻ്റെ അമ്മയൊക്കെ നമ്മൾ കുറച്ചും കൂടെ കണ്ണും കാതും മനസ്സും എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുപാട് അറിയാൻ പറ്റുക. അപ്പം എൻ്റെ അമ്മയൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ അമ്മയൊക്കെ അവിടെ വൃത്തി ഉണ്ടായില്ല, പ്ലേറ്റ് നേരെ കഴുകിയിട്ടില്ല, ഇത് അമ്മയുടെ അറ്റൻഷൻ അതാണ് പോവുക. അല്ലെങ്കിൽ ഭക്ഷണത്തിൽ അങ്ങനത്തെ അങ്ങനെ പോകരുത്. യാത്രയുടെ ഒരു എൻ്റെ ഒരു സാഡ് സ്റ്റോറി ഞാൻ പറയും. ഞാൻ അമ്മയും അനിയത്തിയുടെ ഒരു ബർത്ത്ഡേക്ക് അമ്മേനെയും അനിയത്തിനെയും കൂടെ ഞാൻ കൂർഗിൽ
ഒരു ഉള്ളിൽ കാടിൻ്റെ ഉള്ളിൽ കർണാടക കിങ്ങിൻ്റെ സമ്മർ പാലസിൻ്റെ മുന്നിൽ ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ അനിയത്തിയുടെ രാത്രി 12 മണിക്ക് അവിടെ കേക്ക് കട്ട് ചെയ്യാനൊക്കെ. ഈ 2 മനുഷ്യരും എന്നോട് ചോദിക്കുക, ഈ കാട്ടിൽ കട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിൽ പോയാൽ മതിയായിരുന്നില്ലേ എന്ന്. ഈ 16 മണിക്കൂർ വണ്ടി ഓടിച്ച് ചെന്ന എന്നോട്. അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അതല്ലാണ്ട് എനിക്ക് യാത്ര ചെയ്യാനുള്ളൊരു ഇഷ്ടവും ഇതൊക്കെ എന്താ വെച്ചാൽ കുറേ മനുഷ്യരെ കാണാം, അവരുടെ കുറേ കഥകൾ കേൾക്കാം, അവരുടെ രീതികൾ. ഇപ്പം നമ്മൾ 2 നാട്ടുകാർ കാണുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ ഓണം എങ്ങനെയാണോ, ഞങ്ങളുടെ നാട്ടിൽ ഓണം എങ്ങനെയാണോ, അങ്ങനെ നമ്മൾ കണ്ണൂരാരും പട്ടാമ്പിക്കാരും കണ്ടാൽ തന്നെ അങ്ങനെ പറയും. അതേമാതിരി ഇങ്ങനെ പല നാട്ടിലും പോയിട്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്, അവരുടെ ഒരു ഭക്ഷണ രീതി, കുറേ കാര്യങ്ങൾ ചിലപ്പോൾ സിമിലർ ആയിരിക്കും. ഇപ്പം ബാലിയിലൊക്കെ പോയ സമയത്ത് അവിടെ സിൻറ്റ എന്നാ പറയുന്നത് സീതേനെ. അപ്പൊ അതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യമാണ്, പക്ഷെ അതൊക്കെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ശ്രീലങ്കയിൽ പോയി കഴിയുമ്പോൾ അവിടെ രാവണനാണല്ലോ ഹീറോ. അപ്പം അവിടുത്തെ ഒരു വേറെ പെർസ്പെക്റ്റീവ് കഥയുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കഥകൾ കേൾക്കുക, അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ആളുകളെയും അവരുടെ കൾച്ചറും അവരുടെ ഭക്ഷണവും രീതികളും മനസ്സിലാവും. നമ്മുടെ കാര്യം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ, ഞങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കും ഒരു എക്സൈറ്റ്മെന്റ്, നമുക്കും ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ അതുണ്ട് കുറെ അങ്ങനെ ഒരു കുറെ കാര്യവും ലോകവും ജീവിതവും നിറങ്ങളും ഭക്ഷണങ്ങളും എല്ലാം കാണാം. നമ്മുടെ ചിന്താഗതി മാറും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ കുറേയും കൂടെ ക്ഷമയൊക്കെ പഠിക്കും തോന്നണം എനിക്ക്. വീട്ടിലൊക്കെ എന്താ വെച്ചാല് അമ്മ കാപ്പി എന്ന് പറയുമ്പോൾ അമ്മ എവിടെ കാപ്പി എന്നുള്ള അടുത്ത ചോദ്യം പോകും. പുറത്തൊക്കെ പോയി നമ്മളിങ്ങനെ പല ടെറൈനിലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ചില ഹോട്ടലിലൊക്കെ പോയി അരമണിക്കൂറായാലും ചേട്ടാ ഞാൻ ഒരു കാപ്പിയല്ലേ ചോദിച്ചോളൂ എന്നുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അപ്പം ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. വലിയ കാര്യങ്ങൾ നമുക്കങ്ങനെ ഒരു ക്ഷമ ജീവിതത്തിൽ നമ്മൾ വരും. നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ പലതും അഡ്ജസ്റ്റ്, സമയത്ത് ഭക്ഷണം കിട്ടില്ല, ചിലപ്പോൾ നമ്മൾ ട്രാവലിങ്ങിൽ കറക്റ്റ് ഒരു ഹോട്ടൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റഡ് ആവും. കാലാവസ്ഥ, ചൂട്, തണുപ്പ്, നമ്മൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവും എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ കുറേയും കൂടെ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതോറും നമുക്ക് മനസ്സിലാവും നമ്മളൊരു കുഞ്ഞു കഷ്ണം പോലും ഇല്ല ഈ ലോകത്ത്. അത്രയും വലിയൊരു ലോകവും അത്രയും വലിയ പ്രശ്നങ്ങളും അത്രയും ആളുകളുടെ ലൈഫ് അത്ര വലുതായി നിൽക്കുമ്പോൾ നമ്മളെന്തിനാണ് ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അടിയുണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മളെ ഒന്ന് ബെറ്റർ മനുഷ്യരാക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് യാത്ര. അത് ആ രീതിയിൽ യാത്രേനെ റിസീവ് ചെയ്യാൻ പഠിച്ചാൽ. ഇപ്പൊ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്, കുറേ പേര് ബെറ്റർ, മുമ്പത്തെ പോലെയല്ല. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഈ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ബാലിയൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർ യാത്ര ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണോ എന്നൊക്കെയുള്ള ആ നിമിഷം ആസ്വദിക്കാത്ത പോലെ. ബാലിയിലൊക്കെ പ്രത്യേകിച്ച് എന്താണെന്നറിയോ, വെറുതെ ഒരു ഗേറ്റ് ഒക്കെ പണിതിട്ടിട്ട് അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പം ചേട്ടാ ഇതെന്താ, ഇല്ല അത് ഫോട്ടോസ് അല്ല, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താ, അല്ല അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല. അതാണെങ്കിലോ ആൾക്കാർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് അവിടെ കിട്ടുന്ന 1 മിനിറ്റ് 2 മിനിറ്റാണ് ഫോട്ടോ എടുക്കാൻ. ആ ഒരു ഇപ്പൊ ഫോട്ടോ എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പം ഇപ്പൊ അവിടെ ഒരു ബാലി സ്വിങ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നമുക്ക് 2-3 മിനിറ്റ് നമ്മൾ ഇരുത്തുള്ളൂ. അപ്പം അല്ല എനിക്ക് 10-15 മിനിറ്റ് ഇരുന്ന് ആടണം, അല്ലാണ്ട് എന്തിനാ അതിൽ കയറുന്നേ. അങ്ങനെ അങ്ങനത്തെ മൈൻഡ് സെറ്റിലായാൽ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല കുറച്ച് ഫോട്ടോസ് അല്ലാണ്ട്. അതല്ലാണ്ട് കുറച്ച് ഓപ്പണായി ലോകം കാണാനും മനുഷ്യരെ കാണാനും ജീവിതം കാണാനും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് കിട്ടും കൊണ്ടുവരാൻ. നമ്മൾ പിക്ക് ചെയ്യുന്ന സ്ഥലം അങ്ങനെയുള്ളതായിരിക്കണം തോന്നുന്നു. എല്ലാ സ്ഥലത്ത് പോയാലും എന്തെങ്കിലും കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈവൻ വലിയ ദൂര സ്ഥലങ്ങളൊന്നും അല്ല, ഞാനിത് കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പം റിപ്പീറ്റഡ് ആയിട്ട് ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കും. ഇപ്പം കേരളത്തില് ഞാനൊരു തവണ കൊച്ചിന്ന് 2 മണിക്കൂറേ ഉള്ളൂ കൈനഗിരി എന്ന് പറഞ്ഞിട്ട് കുട്ടനാട്ടിലൊരു സ്ഥലത്തേക്ക് പോയി. എനിക്കിവിടെ ഒരു 2 മാസത്തോളം ഞാനിങ്ങനെ വൻ ആവേശത്തിൽ കാണുന്നവരോട് മുഴുവൻ അവിടുത്തെ കഥകൾ പറയായിരുന്നു. നമ്മൾ റോഡ് ഉപയോഗിക്കുന്ന പോലെയാണ് അവർ കനാൽ ഉപയോഗിക്കുന്നത്. യാത്ര ചെയ്യാനും സ്കൂൾ ബസ് വരുന്ന പോലെ അവർക്ക് സ്കൂൾ ബോട്ട് വരും. നമുക്ക് രാവിലെ ന്യൂസ് പേപ്പർ വരുന്ന പോലെ അവർ ന്യൂസ് പേപ്പർ ബോട്ടിൽ വരും. പച്ചക്കറി ചേച്ചി ബോട്ടിൽ വരും, ചായക്കട ബോട്ടിൽ വരും. അപ്പം നമ്മൾ എങ്ങനെയാണോ റോഡ് ഉപയോഗിക്കുന്നത് അതുപോലെ കനാൽ ഉപയോഗിക്കുന്നത് കാണുന്നത് ഒരു വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക്. പറയുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ആ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മൾ കാണാൻ ശ്രമിച്ചാൽ അത് കാണാൻ പറ്റും. ഇതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ്
എൻഡോസൾഫാൻ കേരളത്തിൽ തന്നെ എൻഡോസൾഫാൻ എഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആളുകളുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരുപാട് സങ്കടവും വരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ കൂടുതൽ ലോകത്തിനോട് നന്ദിയുള്ള ആൾക്കാരായി മാറും. എന്താ വെച്ചാൽ നമ്മൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളും സുഖങ്ങളും നമ്മൾ എന്ത് പ്രിവിലേജ്ഡ് ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. ഇതൊക്കെ നമ്മുടെ അപ്പുറം ഉള്ളതാ. അപ്പം നമ്മളത് റിസീവ് ചെയ്യാൻ ഓപ്പൺ ആയിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസമുള്ള, നമ്മുടെ ലൈഫ് എന്ത് കൊണ്ടും ബെറ്റർ ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് യാത്ര. യാത്രകൾ ഇനി ഒരുപാട് തുടരട്ടെ.